ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ സ്കൂളിലാണ് ഗൈസ് നിൽക്കുന്നത്. ബാക്കി പറഞ്ഞോളൂ. ഇന്ന് നമ്മുടെ ടീച്ചർ ശ്രീരേഖ ടീച്ചറാണ്. ടീച്ചറിൻ്റെ ബേബി ഷവറാണ് നടക്കുന്നത്. സോ ബേബി ഷവർ നമ്മൾ സർപ്രൈസ് ആയിട്ട് ടീച്ചറിന് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോവാണ് ഗൈസ്. ടീച്ചർ അറിഞ്ഞിട്ടില്ല സർപ്രൈസ് ആയിട്ടാണ് നമ്മൾ ബേബി ഷവർ കൊടുക്കാൻ പോകുന്നത് എന്ന്. സോ നമ്മളൊന്ന് സർപ്രൈസ് ആക്കാം എന്ന് കരുതിയല്ലേ, എല്ലാവരും കൂടെ ചേർന്ന് എഴുതാം. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് കാണാം. ബൈ. അങ്ങനെ ഗൈസ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം ഇവിടെ എന്താ പറയുക, എല്ലാവരും ഡെക്കറേഷൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ഇതൊരു പവറിലാണ് ഗൈസ്. എല്ലാവരും തന്നെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ക്ലാസ് ലീഡേഴ്സും ഫ്രണ്ട്സും എല്ലാവരും നല്ല ജോളിയായിട്ട് നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല ഹാപ്പിയാണ് അല്ലേ? എല്ലാവരും നല്ല ഹാപ്പിയാണ്. എല്ലാവരും ചാടിത്തുള്ളി ടീച്ചറുടെ ബേബി ഷവറിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ല എല്ലാവരും ഇവിടെ ഓരോരുത്തരും ചിരിച്ചും പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് ഈ ചിരിച്ച് കേൾക്കുന്നുണ്ട്. എന്താണ് ഇവിടെ ഓരോരുത്തർക്ക് ഓരോ മൂടാണ് കേസ്, ഒന്നും പറയാൻ പറ്റില്ല, അങ്ങനെ വെക്കത്തില്ല. അങ്ങനെ എല്ലാവരും ജോളിയായിട്ട് അടിച്ച് പൊളിച്ചിരിക്കുകയാണ് കേസ്. അങ്ങനെ നമ്മൾ ടീച്ചറിൻ്റെ ബേബി ഷവറിനുള്ള ഡെക്കറേഷൻസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് കഴിയാറായി. അങ്ങനെ കേസ് ടീച്ചർ ക്ലാസ്സിൽ വന്നേക്കുവാണ്. സത്യം പറയുക ടീച്ചർ നന്നായിട്ട് ഞെട്ടിയിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ നല്ല ഇങ്ങനെ ഒരു സർപ്രൈസ് ടീച്ചറിന് കൊടുക്കും ടീച്ചർ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നേക്കുവാണ്. ടീച്ചർ സത്യം പറയാതെ നന്നായിട്ട് ഞെട്ടിയിട്ടുണ്ട്. ടീച്ചറിൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ കാണാൻ പറ്റും. അങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ടീച്ചറിനെ എന്താ പറയുക, നമ്മൾ ഇനി കേക്ക് കട്ടിങ്ങിന് അടുത്ത പ്രോഗ്രാമെന്ന് പറഞ്ഞു അവിടേക്ക് കൊണ്ടുപോവാണ് ടീച്ചർ. അങ്ങനെ ടീച്ചർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ ബേബി ഷവർ പ്രോഗ്രാമിൽ ടീച്ചർ എന്തായാലും എത്തിയിട്ടുണ്ട്. ടീച്ചർ ഇന്ന് ലീവൊക്കെ ആയിരുന്നു, എന്നിട്ടും ടീച്ചർ വന്നു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ്ങിലോട്ട് പോവുകയാണ്. അങ്ങനെ ഗൈസ് ടീച്ചർ കേക്ക് കട്ട് ചെയ്യുവാണ്. ഗൈസ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു പരിപാടിയും കൂടെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബേബി ഷവറിൽ ഇങ്ങനെ വളയൊക്കെ ഇടുന്ന പരിപാടിയിൽ അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ടീച്ചറിന് എന്തൊക്കെ ചെയ്യുവാണെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല ഗൈസ്. ടീച്ചറിനെ സത്യം പറഞ്ഞോ എന്താ പറയുക, ടീച്ചറിനെ നന്നായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. വളയൊക്കെ ഇട്ട് ടീച്ചറിനെ ഒരുപാട് കേക്കൊക്കെ കഴിപ്പിച്ച് ടീച്ചർ സത്യം പറഞ്ഞാൽ ടീച്ചറിന് അത് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ടീച്ചർ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു വാങ്ങിച്ച്. അങ്ങനെ ഈ കേക്ക് കൊടുക്കുന്ന പരിപാടിയൊക്കെ എങ്ങനെയൊക്കെയോ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടീച്ചർ കുറച്ച് ഓട്ടത്തിലാണ്. സത്യം പറഞ്ഞാൽ ടീച്ചറിന് ഒരിടത്ത് നിൽക്കാൻ തന്നെ പറ്റുന്നുണ്ട്. കാലർച്ച് നിൽക്കുന്നില്ല, ടീച്ചർ അങ്ങ് ഓടിക്കൊണ്ട് നിൽക്കുവാണ്. ഒന്നും പറയാനില്ല, ഒരുപാട് സന്തോഷം. നിങ്ങൾ ഇത്ര എഫേർട്ട് എടുത്ത് എനിക്ക് വേണ്ടി സമയം കിടന്ന് ചെയ്തതിന് ഒന്നും പറയാൻ വാക്കുകളില്ല. താങ്ക് യു. ടീച്ചർ ഹാപ്പി അല്ലേ? ഒന്നും പറയാനില്ല, താങ്ക് യു. നിങ്ങൾ ഇത്ര എഫേർട്ട് എടുത്ത് ടീച്ചർ തുറന്നു നോക്കണം. അങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ടീച്ചറിനോട് എന്താ പറയുക ഒരു ഗിഫ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ടീച്ചർ ഓപ്പൺ ചെയ്യുവാണ്. അങ്ങനെ കേസ് ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു പരിപാടിയും കൊണ്ട് നമ്മുടെ ടീച്ചറിൻ്റെ ബർത്ത്ഡേ ആണ് ടുമാറോ. അപ്പോൾ അതിൻ്റെ വിശേഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഗൈസ് നിങ്ങൾ കാണുന്നതാണ് നമ്മുടെ ക്ലാസ് സാർ അബി സാറ്. സാറാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന് നമ്മുടെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് നിന്നിട്ടുള്ളത്. ടീച്ചറും എന്താ പറയുക, സംഗീത ടീച്ചർ നമ്മുടെ എന്താ HM ആണ്. ടീച്ചറും അബി സാറും ബാക്കിയുള്ള ടീച്ചേഴ്സ് എല്ലാവരും കൂടി ആണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ എന്താ പറയുക നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ അബി സാറുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ക്ലാസ്സാണ്. ഇന്ന് ക്ലാസ്സാണ്. ഗെയിംസ് ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുവാണ് കേട്ടിട്ട് കഴിച്ചിട്ട്. അടുത്തിനി എന്താണെന്നുള്ളതിലാണ് എല്ലാവരും നിൽക്കുന്നത്. ചിരിക്കടി കോമഡിയാളെ. ഈ കാണുന്നതാണ് ഒന്നിലും പെടാത്ത കുറച്ച് ആൾക്കാർ. അടുത്തത്